കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിന് അഹമ്മദാബാദിൽ തുടക്കമാകാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം. വിശാല പ്രവർത്തക സമിതി യോഗമാണ് രാവിലെ. AICC സമ്മേളനം നാളെ സബർമതി തീരത്താണ് നടക്കുക. പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തുന്നതാണ് ലക്ഷ്യം. DCCകളിൽ വരുന്ന മാറ്റങ്ങളടങ്ങിയ പ്രമേയം ഈ സമ്മേളനത്തിൽ പാസാക്കാൻ പോവുകയാണ്. അഹമ്മദാബാദിൽ നിന്ന് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് നോബിൾ മാരിക്കാരൻ. അഹമ്മദാബാദ് ഉണർന്നോ? വെരി ഗുഡ് മോർണിംഗ്. അഹമ്മദാബാദ് ഉണർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകളുടെ സമയങ്ങളാണ്. പ്രത്യേകിച്ച് 2025 വലിയ മാറ്റങ്ങളുടെ ഒരു വർഷമായിരിക്കും എന്നായിരുന്നു കോൺഗ്രസ് വ്യക്തമാക്കിയത്. ആ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്പസമയത്തിനകം തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹാളിൽ ആരംഭിക്കും. സുജയ, ഓക്കെ, നോബിൾ മാരിക്കാരൻ, നേതാക്കളുമായിട്ടൊക്കെ അനൗപചാരികമായുള്ള കൂടിയാലോചനകളൊക്കെ നോബിളും നടത്തി കാണുമല്ലോ. കാരണം ഞാൻ നേരത്തെ നമ്മുടെ റോഷ്നിയോടും വെങ്കിയോടും പറയുകയായിരുന്നു, നോബിളാണ് അവിടെ ആദ്യം എത്തിയത്, വാതിലൊക്കെ തുറന്ന് നേതാക്കളെയൊക്കെ സ്വീകരിച്ചു വരികയാണ്. നമ്മുടെ ടീം പൂർണ്ണ സജ്ജമല്ലേ? തീർച്ചയായും സുജ, നമ്മൾ പൂർണ്ണ സജ്ജമായി തന്നെയാണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസിന് എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ തീരുമാനങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എത്രയും വേഗം പ്രേക്ഷകരിൽ എത്തിക്കുക എന്ന് തന്നെയാണ് സമഗ്രമായ കവറേജിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ചേരാൻ പോകുന്നത് വിശാല പ്രവർത്തക സമിതിയാണ്. അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചേർന്ന് ഒരു നയരൂപീകരണത്തിലേക്ക് എത്തുന്ന പ്രധാന ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളിൽ, എന്തൊക്കെ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? സുജയ, 11:30 വിശാലമായ പ്രവർത്തക സമിതി യോഗം ഇവിടെ ആരംഭിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ മെമ്മോറിയലാണിത്, ഷാഹിബാഗിലുള്ള അഹമ്മദാബാദിലെ. വിശാലമായ പ്രവർത്തക സമിതി യോഗത്തിൽ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ, സ്ട്രാറ്റജികൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ സമഗ്രമായൊരു മാറ്റം വേണം എന്നാണ് ഹൈക്കമാൻഡ് ഒരു നീക്കം. പ്രത്യേകിച്ച് നിലവിൽ PCCകൾക്കാണ് കൂടുതൽ അധികാരം, പക്ഷെ അത് കൂടുതൽ അധികാരം DCCകൾക്ക് നൽകിക്കൊണ്ട്. കാരണം കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും PCCകൾക്ക് കീഴിൽ മണ്ഡലം കമ്മിറ്റികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റികൾക്ക്, ജില്ലാ അധ്യക്ഷന്മാർക്കടക്കം കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കുക, കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി DCCകൾക്ക്, ജില്ലാ കമ്മിറ്റികൾ കൂടുതൽ അധികാരം നൽകാൻ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളും പാർട്ടിക്കുണ്ട്. ആ പശ്ചാത്തലത്തിൽ ആ വിഷയത്തിൽ കൃത്യമായ ചർച്ചയുണ്ടാകും. പിന്നീടുള്ള തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ, അത് ബീഹാർ, മഹാരാഷ്ട്ര, ദില്ലി, ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കുണ്ടായത് കനത്ത തിരിച്ചടിയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും പക്ഷെ പിന്നീട് അത് നിലനിർത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി വേണം എന്നതാണ് കോൺഗ്രസിന്റെ ഒരു ധാരണ. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം, സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഈ കമ്മിറ്റി വിഭാവനം ചെയ്യുക. അത്തരത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിക്കൊണ്ട് തെരഞ്ഞെടുപ്പുകൾ നേടേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ രാജ്യത്ത് വലിയ തരത്തിൽ അനീതി ഉണ്ടാകുന്നുണ്ട്. ആ അനീതിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കണം എന്ന നിലപാട് കോൺഗ്രസിനുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇവിടെ വിവിധങ്ങളായ പ്ലക്കാർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം തൊഴിൽ നീതി, അതോടൊപ്പം തന്നെ കർഷക നീതി, നാരീനീതി, സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നിലവിൽ വലിയ പ്രശ്നങ്ങൾ രാജ്യത്ത് നേരിടേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രശ്നങ്ങൾക്കൊക്കെ ശക്തമായ ഒരു പരിഹാരം കാണുവാനും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാനും പാർട്ടി സജ്ജമാകേണ്ട ആവശ്യമുണ്ട്. ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ വിശാലമായി ചർച്ച ചെയ്യുക. അതിനുശേഷം വൈകിട്ട് സബർമതി ആശ്രമത്തിൽ ഒരു പ്രാർത്ഥനാ സംഗമവും കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുണ്ട്. നാളെയാണ് പൊതുസമ്മേളനം ഉണ്ടാവുക. രാവിലെ മുതൽ തന്നെ അതിൽ വലിയ ചർച്ചകളും വലിയ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളാണ് ഇനി കാണേണ്ടത്. നേതാക്കളൊക്കെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് 11:30ക്കാണ് പരിപാടി. രാവിലെ വരുമ്പോഴേക്ക് നമുക്ക് ഈ പ്രഭാത യാത്രക്കിടയിൽ തന്നെ അവരുടെ പ്രതികരണങ്ങളിലേക്ക് എത്താം.